ഗ്രാനി ചെയ്യണോ വേണ്ടയോ, ചെയ്താലെന്താവും എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പേടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയേണ്ടി വരും, എന്നാ പേടിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഗ്രാനി പോകുന്നത്. ഭയങ്കരമായിട്ട് നമുക്ക് പേടിക്കാൻ വേണമെങ്കിൽ പറഞ്ഞാൽ അതിന് ആത്മാർത്ഥമായിട്ടുള്ള റിയാക്ഷൻ കൊടുക്കുക എന്നുള്ളതേ ചെയ്തിട്ടുള്ളൂ. ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചത്. ഈ ഒരു ഭയം എന്ന് പറയണത്, നമുക്കിപ്പോ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാതെ ചിലപ്പോ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നമുക്ക് വരാറുണ്ട്. അതിലാണ് കൂടുതലും വർക്ക് ചെയ്തത്. അതുപോലെ തന്നെ ഗ്രാനി, KPSC ലീല. ആദ്യമായി ഗ്രാനിയെ കാണുമ്പോൾ അവരൊരു പൂച്ചെടിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കായിരുന്നു. ലീലാം പ്രത്യേക ഒരു ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. വിഷമം സഹിക്കാൻ വയ്യാതെ റാഹേലമ്മ ഒരു കയറ് കെട്ടി തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. എനിക്ക് മറ്റേ ഏറ്റവും പേടി തോന്നുന്നത് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ വന്നിട്ട്. എനിക്കറിയാം നമ്മുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ട്, പക്ഷേ നിന്നെ ഞാൻ, നീ എൻ്റെ മോനെ പോലെയാണെന്ന് പറഞ്ഞത്. അതെ, അവിടെ ഞാൻ പറയട്ടെ, ഇത് നമുക്കിപ്പോൾ ഫോണിലും TV-യിലും കാണുമ്പോൾ ഇത്രയും ഒരു ഫീല് കിട്ടുന്നുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും. അത് ആളുകൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു, സ്വന്തം വീട്ടിലിരുന്ന് കണ്ടിട്ട് തിയേറ്ററിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. അപ്പൊ ഞാനിത് പ്രിവ്യൂ കണ്ടപ്പോഴാണ് അത് സിനിമ. അപ്പം ഞങ്ങൾ കുറെ അതിന് പിന്നാലെ നടന്നു, പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പക്ഷേ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പൊ അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോവാം. ഇപ്പൊ നിരാശ മാറി. ഉറപ്പായിട്ടും ഇപ്പൊ സന്തോഷമുണ്ട്. കുറെ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്ത് വിളിക്കുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സ് വിളിക്കുന്നുണ്ട്, എന്നെ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് ഇപ്പം അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ വർക്ക്സ് ഡിസ്കഷനിലുണ്ട്. അങ്ങനെ നല്ലൊരു പരിപാടിയാണ്. ഇതിലൊക്കെ ഏറ്റവും സന്തോഷം കണ്ടെത്തിയിരുന്നത് എൻ്റെ അമ്മുമ്മ, അല്ലെങ്കിൽ അച്ഛൻ. അവരൊക്കെ ഈ യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പതിയെ യാത്ര ചെയ്ത് പോയി. അവരവരുടെ ഇത് മരിച്ചു പോയല്ലേ. അപ്പം അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അങ്ങനെ ഒരു ഒറ്റപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ബാങ്കിൽ, പ്രൈവറ്റ് ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് ആക്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ പിന്നാലെ ഇറങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും ക്യാമറയുടെ ബാക്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിട്ടുണ്ട്. സർവൈവലിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഹലോ ആൻഡ് വെൽക്കം ടു ഗാലറി വിഷൻ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ശിവരാജാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു ഗ്രാനിയാണ് മുഴുവനും. ഗ്രാനി നമ്മളിങ്ങനെ വന്ന് പേടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഗ്രാനിയുടെ വിശേഷങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് ശിവരാജ് ഉണ്ട്. വെൽക്കം. താങ്ക് യു നൂർജഹാൻ. ഇപ്പോഴും ആ പേടി വിട്ടു മാറിയിട്ടില്ലാന്ന് തോന്നല്ലോ. അതെ അതെ, ഒരു പേടിയല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുമല്ലോ ഈ ആൾക്കാരിലോട്ട് എത്തണം. നമ്മളൊരു 1 million എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇത് നമ്മൾ ആഗ്രഹിച്ചതിലും ഒരുപാട് സ്നേഹവും ഈ പറഞ്ഞ പോലെ വ്യൂസും 2 million കഴിഞ്ഞു, 3 million ആകുന്നു. അതെ, അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. എന്താ ഒരു പ്രത്യേക അവസ്ഥയിലാണ്. പൊതുവെ എനിക്ക് ഇങ്ങനെ നമ്മൾ ചെയ്ത വർക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ എന്താണ് റിലീസാകുമ്പോൾ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലോട്ട് എത്താറുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സന്തോഷത്തിലാണ്. ശരിക്കും യു ഡിസേർവ് ദാറ്റ് എന്ന് പറയാം. അത്രയ്ക്ക് നല്ല വർക്ക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ തന്നെ മൂവി കണ്ടപ്പോൾ തന്നെ മെസ്സേജ് അയച്ചില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം നമുക്കിങ്ങനെ വർക്ക് കാണുന്ന സമയത്ത്. നമ്മുടെ ഇൻഡസ്ട്രിന്ന് ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും അത് ഇത്ര, അതിന് സിനിമാറ്റോഗ്രാഫി ആണെങ്കിൽ എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ വരുമ്പോഴേക്ക് ശരിക്കും അനന്തരാമൻ ഈ ഗ്രാനിയായിട്ട് അപ്രോച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് ശിവരാജനെ തന്നെയാണോ അപ്രോച്ച് ചെയ്തത്? എന്താണ് സ്റ്റോറി? ഇത് എഴുതുമ്പോൾ എന്നെ മുഖമാണ് വന്നതെന്നൊക്കെ പറയണം. അതെ. അപ്പോൾ നമ്മള് ആക്ട് ലാബ്, സജീവ് സാറിൻ്റെ ആക്ട് ലാബില് ഞാൻ നേരത്തെ പഠിച്ചിറങ്ങിയതാണ് അവിടുന്ന്. അപ്പോൾ അവിടെ അനന്തരാമൻ ആക്ടിങ്ങിന്റെ കോഴ്സ് ചെയ്യാൻ വന്നപ്പോൾ പരിചയപ്പെട്ടതാണ്. അപ്പം അന്ന് പുള്ളി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതി എന്നോട് വന്ന് പറഞ്ഞു. ഇത് കുറെ മുമ്പ് ഡിസ്കഷൻ നടന്നതാണ്. കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്തത് നമ്മൾ ഓഗസ്റ്റില്. ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് സിനിമയാക്കാനുള്ള കുറച്ച് ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ ഭാഗ്യവശാൽ നടന്നില്ല. അപ്പോ ഇതിപ്പോ അതിനേക്കാൾ ഇരട്ടി ഹാപ്പിയാണ് നമ്മളിപ്പോ. പെട്ടെന്ന് കുറെ ഓഡിയൻസിന്റെ മുന്നിലോട്ട്, മീൻസ് വേൾഡ് വൈഡ് നമുക്കിത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ, ഇങ്ങനെ വരുമ്പോഴത്തേക്ക്. ശരിക്കും പറഞ്ഞില്ലേ, അതായത് ഇത് എഴുതുന്ന സമയത്ത് ശിവരാജിന്റെ മുഖമാണ് അനന്തരാമന്റെ മനസ്സിൽ വന്നത്. ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര വലിയ കാര്യമല്ലേ?
അപ്പം അനന്തരാമൻ ഈ അവിടെ നമ്മൾ പ്ലേകളും പരിപാടികളും ചെയ്യുമ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവാറുണ്ട്, സാറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പം അങ്ങനെ വന്നൊരു കണക്ഷനാണ് അനന്തരാമനായിട്ട് ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞു. അപ്പോൾ ഹൊറർ സിനിമകൾ കാണാറുണ്ട്, കുറവാണ്. ഹൊറർ കോമഡിയാണ് നമ്മൾ പരിപാടി. അത് വായിച്ച് പിന്നെ പുള്ളി ഒരു ബ്രീഫ് വന്ന്, ആ ബ്രീഫ് വന്ന് പിന്നെ റോണിൽ കുറേയൊക്കെ വർക്ക് ചെയ്യാൻ, അതായത് ചെയ്തേക്കുന്നതൊക്കെ കുറച്ചും കൂടി എന്താ പറയുക വില്ലനിഷായിട്ടുള്ള പരിപാടികളാണല്ലോ, പഴയ ലുക്ക്. അതെ അതെ. അപ്പൊ അങ്ങനെ ചെയ്തോണ്ട് ഇതാ ഒരു ഭയങ്കര പുതുമയായിരുന്നു. കുറെ ആലോചിച്ച് ഷോർട്ട് ഫിലിം ചെയ്യണോ, പക്ഷെ ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പം വലിയ വലിയ സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുള്ള ആളാണ്. അതായത് ചെയ്തതെല്ലാം നല്ല വർക്കാണ്. ഓസ്ലർ ആണെങ്കിലും ARM ആണെങ്കിലും രേഖാചിത്രം ആണെങ്കിലും ഒരു മൈന്യൂട്ട് സെക്കൻഡ് വന്നാൽ പോലും അത് നല്ല മൂവീസ് ആണല്ലോ. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു ഷോർട്ട് ഫിലിമിലോട്ട് പോകാനായിട്ട് ആരും ധൈര്യം കാണിക്കാറില്ല, ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോഴേക്ക്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം ഇത്ര വലിയ ഇതിന്റെ മൂല്യം എങ്ങനെ തിരിച്ചറിഞ്ഞത് സത്യത്തില്? ഇല്ല, ഒന്ന് നോക്കാം. ഈ അനന്തരാമന്റെ വീഡിയോസും ഇതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യണത് അനന്തരാമൻ ആ കോഴ്സിന് വന്നപ്പോഴാണ്. കണ്ടിട്ടുണ്ട് അതിന് മുന്നേ അപ്പൂപ്പൻ ആൻഡ് ബോയ്സ് അല്ല, നിസ്സാരം. അപ്പൊ അതിൽ കുറെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ, പക്ഷെ ആളറിയില്ല. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ കാണുന്ന ആളൊന്നുമില്ല. പക്ഷെ അതിനുശേഷമാണ് ഓരോ വിഷയങ്ങൾ അതിൽ നിന്ന് കാണുകയും. ഭയങ്കര ക്രാഫ്റ്റ് ഉള്ളൊരു മനുഷ്യനാണ്. സംതിങ് ഈസ് ദേർ എന്ന് മനസ്സിലായി. സംതിങ് അല്ല, കുറെ സാധനങ്ങളുണ്ട് അവിടെ. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ അല്ലെ 1 മണിക്കൂറുള്ള വീഡിയോസ് ആണല്ലോ പുള്ളി ഇടുന്നത്. അത് കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ഞാൻ ഇതിനെപ്പറ്റി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഗ്രാനീനെ പറ്റി. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്, എന്താണ് ഇതിന്റെ മൂഡ്, എന്താണ് അങ്ങനെ ഓരോ ഇതിനും കറക്റ്റ് ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഈ ഇദ്ദേഹം പിക്ക് ചെയ്ത എല്ലാവരും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ള നല്ല നല്ല ടെക്നീഷ്യന്മാരാണ് എല്ലാവരും. അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്ത് അവരുടെ ഫ്രീഡമും അവരുടെ കാര്യങ്ങളും നമ്മുടെ ഒരു ചെറിയ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഓക്കെ. അതെ, അതുപോലെ തന്നെ ഗ്രാനി, KPSC ലീല, ആൻറ്റിയുടെ കാര്യം, അതായത് എന്ത് കിഡ്ലൻ ആക്ട്രസ് ആണ് അവര് അല്ലേ? എൻ്റെ ഭാഗ്യമാണ് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത്. അത് ഒരിക്കലും നമുക്ക് നിങ്ങളുടെ ആ ഒരു കോംബോയും ഒന്നും എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ആർക്കും മറക്കാൻ പറ്റും ആ ഒരു ഗ്രാനി കണ്ടവർക്ക്. ശരിക്കും ആ ഒരു ഭയപ്പെടുത്താൻ ഒരാള്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടാണ് ഈ പേടി അഭിനയിക്കാനും. അത് എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? റോണിയുടെ ക്യാരക്ടർ കുറച്ച് കാര്യമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് എത്രയൊക്കെ ഒരു പൊറുതിമുട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു എവിടെയെങ്കിലും നമ്മൾ പൊട്ടും. റോണി ഒരു തവണയാണ് രക്ഷപ്പെടാൻ നോക്കുന്നത്. പിന്നെ ആളെ അത്രയും നിസ്സഹായ അവസ്ഥയിലാണ് പുള്ളിയുടെ ജീവിതം നിൽക്കുന്നത്. ചോദിക്കാനും പറയാൻ ആരുമില്ല, പോകാനൊരു സ്ഥലമില്ല. അപ്പം ആകെയുള്ളൊരു കോണ്ടാക്ട് ആ കോളിൽ വരുന്ന പോളേട്ടനാണ്. അപ്പം അയാളുടെ ജീവിതം അത്രത്തോളം ഉള്ളൂ, അയാൾക്ക് വേറൊരു നിവൃത്തിയില്ല. എങ്ങനെയെങ്കിലും ഒരു മാസം കംപ്ലീറ്റ് ചെയ്താൽ ഒരു മാസത്തെ പൈസ കിട്ടി, എവിടെയെങ്കിലും എന്തെങ്കിലും യാത്ര ചെയ്യണമെങ്കിലും അതിന് പൈസ വേണം. ബസ്സിന് കൊടുക്കാനോ ഭക്ഷണം കഴിക്കാനോ പൈസ വേണം. വേണമെങ്കിൽ ഭക്ഷണമെങ്കിലും കഴിക്കാം. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ കണ്ടത്. അത്ര ഒരു ഭയങ്കര മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ. അതിൻ്റെ ഒപ്പം ഇയാൾ പാവമാണ്, ഭയങ്കര പാവമാണ്. അപ്പം അങ്ങനെ ഭയങ്കര ആ ക്യാരക്ടറായിട്ടൊരു വർക്ക് വന്ന്. പിന്നെ ഗ്രാനിൻ്റെ കാര്യം പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പെർഫോമൻസ് ചെയ്ത് ഇപ്പോൾ പെർഫോമൻസ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പുഷ് കിട്ടും. പിന്നെ സംസാരം കൂടി പെർഫോമൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോഴൊക്കെ ഇപ്പം ചില ഷോട്ടിൽ ഞാൻ ഉണ്ടാവില്ല, ഗ്രാനിയുടെ ക്ലോസ് ഷോട്ട്സ് ആയിരിക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഞാൻ അടുത്ത് തന്നെ നിൽക്കും, അല്ലെങ്കിൽ മോണിറ്ററിൻ്റെ അടുത്ത് പോയി നിൽക്കും, നോക്കും എന്താ ചെയ്യണം, എങ്ങനെ ചെയ്യണേ. ഒരുപാട് പഠിക്കാനുണ്ടല്ലേ അയാളുടെ. അപ്പം ഞാൻ ആദ്യം ആലോചിച്ചത് ഭയങ്കരമായിട്ട് നമുക്ക് പേടിക്കാൻ വേണമെങ്കിൽ പറഞ്ഞാൽ അതിന് ആത്മാർത്ഥമായിട്ടുള്ള റിയാക്ഷൻ കൊടുക്കുക എന്നുള്ളതേ ചെയ്തിട്ടുള്ളൂ. ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ പരമാവധി ശ്രമിച്ചേക്കണേ. ഈ ഒരു ഭയം എന്ന് പറയണതേ, നമുക്കിപ്പോൾ മറ്റേ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാതെ അവിടെ വളരെ ചിലപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ നമുക്ക് വരാറുണ്ട്. അതിലാണ് കൂടുതലും വർക്ക് ചെയ്തത്. ഇവനിത് പറയാനും പറ്റണല്ലോ, ഓടാനും പറ്റണില്ല, പ്രത്യേകം കാണിക്കുന്നുണ്ട്. 2004-05 ആ സമയമല്ലേ? അതെ, 2004. അപ്പം ഈ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണില്ല. പിന്നെ ആ നാട്ടിൽ വേറെ ആൾക്കാരൊന്നും നമ്മൾ കാണണില്ല.
രാത്രി നിലവിളി, പ്രത്യേക സോണിൽ പെട്ടുപോയ ഒരാൾ. ശരിക്കും അതിൽ നമ്മളും കൂടി, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടുച്ചയ്ക്ക് കണ്ടതാണ് ഗ്രാനി. അപ്പോൾ എൻ്റെ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിലിരുന്ന് കണ്ടിട്ട് എനിക്കൊട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു അത് കാണാനായിട്ട്. അതായത് ഒരു എന്തോ ഒരു സംഭവം. അപ്പോൾ അതായത് ആ റാഹേലമ്മയുടെ കഥ പറയുന്ന സീൻ ശരിക്കും അത് ഒറ്റ ഷോട്ടല്ലേ ആ ഫുള്ള് സ്റ്റോറി പറയുന്നത്. ആ സ്റ്റോറി കേട്ടോണ്ടിരുന്നപ്പോൾ ശരിക്കും അഭിനയിച്ചോ അതോ ശരിക്കും പേടിച്ചോ? ആ കട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സീൻ അല്ല, അത് പല ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. ലീലാമ്മയുടെ വേറെ കുറച്ച് ഷോട്ടുകൾ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ മുന്നിലിരുന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, ആ മോഡുലേഷനും പിന്നെ ആ ഒരു ലൈറ്റും ഒക്കെ ആയിട്ട് പേടിച്ചിട്ടുണ്ട്. ആ ലീലാമ്മ പ്രത്യേക ഒരു ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്, ആ കൂനും. എന്നിട്ട് എനിക്ക് മറ്റേ ഏറ്റവും പേടി തോന്നുന്നത് എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട് വന്നിട്ട്, നീ എൻ്റെ മോനെ പോലെയാണെന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ ഒരവസ്ഥ, അത് ഞാൻ പേടിച്ചായിരുന്നു ശരിക്കും. ഞാൻ ആ സ്ഥലത്ത് ഞാൻ പേടിച്ചായിരുന്നു. വന്ന് ലീലാമ്മ ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് വന്ന് പറയുമ്പോഴേ പുള്ളിക്കാരത്തി ഒട്ടും ക്യാരക്ടർ വിടുത്തതുമില്ല. അല്ല, ക്യാരക്ടർ ഇങ്ങനെ വിടും. ക്യാരക്ടർ കട്ട് പറഞ്ഞപ്പോ ലീലാമ്മ ഒക്കെ പറഞ്ഞു നിൽക്കും. പക്ഷെ പ്രിപ്പയർ ചെയ്യണതൊക്കെ ഞാൻ കണ്ടു കുറേ ഇങ്ങനെ ഇന്നർ സാധനത്തിലോട്ടൊക്കെ വരുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ നോട്ട് ചെയ്യും, ഏറ്റവും ആളുകൾ റിപ്പീറ്റ് ചെയ്ത് പറയുമെന്ന് തോന്നിയ സീക്വൻസ് ഏതായിരുന്നു? ഗ്രാനിയിലോ? അതെ, കൂടുതലും പോസ്റ്റേഴ്സിലൊക്കെ ഗ്രാനിയുടെ ആ നോട്ടവും അതൊക്കെ തന്നെ. പോസ്റ്റേഴ്സ് ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പുള്ളിയാണ് പോസ്റ്റർ ചെയ്തേക്കണത്. പുള്ളി അതും വരച്ചതാ ശരിക്കും ആ പോസ്റ്റേഴ്സ്. പുള്ളി ഡിജിറ്റൽ ആർട്ടിസ്റ്റ്, ഭയങ്കര കിട്ടുന്ന ആർട്ടിസ്റ്റാണ്. ഇപ്പൊ പുള്ളി ഏതൊരു ഹോളിവുഡ് പടത്തിനൊക്കെ പോസ്റ്റർ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയുടെയാണ് പോസ്റ്റേഴ്സ്. ഇത് പറഞ്ഞ പോലെ ശ്രദ്ധിക്കുമെന്ന് കരുതിയത് അവസാനത്തെ ആ റോണിയുടെ അടുത്ത് അവർ ആ കോടാലി വരുന്ന സീൻ അത് പറഞ്ഞപ്പോൾ തന്നെ നരേറ്റ് ചെയ്തപ്പോൾ തന്നെ അത് ഫീൽ ചെയ്തായിരുന്നു. അത് പറയുമോ ഇല്ലെന്നല്ല, പക്ഷെ ആ ഒരു സാധനം പറയുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കിട്ടിയായിരുന്നു. ഈ പോളേട്ടനെ കോൾ ചെയ്യുന്നുണ്ട്, ശിവരാജിൻ്റെ മനസ്സിൽ പോളേട്ടൻ ആരാ? നമ്മളെല്ലാവരും ഇമാജിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കാണുമല്ലോ. ശിവരാജിൻ്റെ മനസ്സിൽ ആ പോളേട്ടൻ ഏത് നടനായിരിക്കും പോളേട്ടൻ്റെ ക്യാരക്ടർ? ജിബിൻ ചേട്ടനൊക്കെ ഇല്ലേ, ജിബിൻ ഗോപിനാഥ് പുള്ളി മനസ്സിലുണ്ട് എൻ്റെ. പിന്നെ അജു വർഗീസ് ഭയങ്കര രസമായിരിക്കും, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. അതെ, നല്ല നല്ല ക്യാമിയോസ് കൊണ്ടുവരാൻ അല്ലേ? ഇനി ഇത് മൂവി പോലെ അല്ലെ കൊലാബറേറ്റ് ചെയ്തൊക്കെ വരികയാണെങ്കിൽ ആവാം. അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്തവരായിരിക്കും ചിലപ്പോൾ വന്ന് പൊളിച്ചിട്ട് പോകുന്നത്. ഗ്രാനി കണ്ടിട്ട് ഇപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയക്കും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. ഇതിൽ ഏറ്റവും ഹാപ്പിനെസ് തോന്നിയ കുറച്ച് പേരുടെ മെസ്സേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ? ലൈക്ക് ഇന്ന് ഞാൻ കണ്ടു, ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ. നമ്മുടെ മാളികപ്പുറത്തിൻ്റെ ഡയറക്ടർ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു, വിഷ്ണു. അപ്പോൾ പുള്ളി പറഞ്ഞത്, എടാ എനിക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല, പുള്ളി ഒരു തമിഴ് പടത്തിൻ്റെ തിരക്കില്ല. അപ്പോൾ അവിടെ നിന്ന് പുള്ളി ആ സർക്കിളിലുള്ള എല്ലാവരും ഇതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ. പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞാൻ എന്തായാലും കണ്ടിട്ട് നിനക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞു. പിന്നെ അഭിലാഷ് പിള്ള ഗുഡ് വൺ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. മമ്മൂക്കയുടെ ജോർജ് ഏട്ടൻ ഇത് സ്റ്റോറി ഇട്ടു. ടോവിനോ ബ്രോ സ്റ്റോറി ഇട്ട് വിഷസ് പറഞ്ഞു. കണ്ടവരിൽ എന്താ പറയണേ, കുറേ പേര് പറഞ്ഞ് ഇത് ആരാ ചെയ്തത്, ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് കിടിലുമായിട്ട് അഭിനയിച്ചു, ഇയാൾ ആരാണ് എന്താന്ന് നോക്കി. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ വന്നപ്പോഴാണ് താൻ ഓസ്ലറും ARM ഒക്കെ ചെയ്തത് മനസ്സിലായി. അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ശിവരാജ് ഓരോ മൂവിയിൽ ലുക്ക് വരുമ്പോഴും വേറെ വേറെ ആളുകളാണ്. ARM കണ്ട ആളെ അല്ല ഓസ്ലറിൽ കണ്ടത്, ഓസ്ലറിൽ കണ്ട ആളല്ല രേഖാചിത്രത്തിൽ കണ്ടത്, ഇതൊന്നും അല്ല ഡെർബിയിൽ കണ്ടത്, എല്ലാം വേറെ വേറെ ആളാണ്. ഈ റോണി വേറൊരാളാ. നമുക്കിത് ഓരോ നോക്കുമ്പോഴും അത്ര ശ്രദ്ധിച്ച് നോക്കിയാലല്ലേ ഒരാളാണെന്ന് മനസ്സിലാവുള്ളൂ. അത് പക്ഷെ ഒന്നോർത്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ, എല്ലാം വെർസറ്റൈൽ ആയിട്ടുള്ള അത് ഒരു അപ്രിസിയേഷൻ വന്നു. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും അവരെടുത്ത് ബ്രീഫ് ചെയ്തൊക്കെ പറഞ്ഞു തന്നു. അതായത് നമ്മൾ ഭയങ്കര ഇന്റലിജന്റ് ആണെന്നൊക്കെ വിചാരിച്ച് കുറേ സാധനങ്ങളൊക്കെ ചെയ്തത് ചില ആൾക്കാർ നോട്ട് ചെയ്ത് പറഞ്ഞു. കണ്ണില് അങ്ങനെ കുറേ നല്ല നല്ല നമ്മൾ വിചാരിച്ചതിന് അപ്പുറത്ത് കുറേ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ആൾക്കാർ പറയുന്നുണ്ട്.
കുറേ പ്രശംസകൾ കിട്ടി. അതെ, ഈ അവാർഡ്, അതായത് ആദ്യം തന്നെ മൂവിക്ക് നമ്മൾ യൂട്യൂബ് റിലീസിന് മുമ്പ് തന്നെ അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇതുപോലെ ഇങ്ങനെ അവാർഡൊക്കെ കിട്ടുന്ന, ലൈക്ക് അതിനുവേണ്ടി തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു മൂവിയാണോ? അല്ല, നമ്മളിപ്പോൾ ഒരു സംഭവം ചെയ്യുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലോ ഇത് ഏറ്റവും ബെസ്റ്റ് കിട്ടണം, അല്ലെങ്കിൽ അവാർഡ് കിട്ടണം, ആൾക്കാർ കാണണം. അപ്പോൾ നമുക്ക് അയച്ച ഫെസ്റ്റിവൽസിലൊക്കെ മിക്കതിനും നമുക്ക് അവാർഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇതൊരു സിനിമയാക്കാം എന്നുള്ളൊരു രീതിയിൽ ചർച്ച വന്നു. അപ്പം നമ്മളെല്ലാം ആ സിനിമ ആക്കാനുള്ള ഫെബ്രുവരി മാർച്ചിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. ഞങ്ങളെല്ലാവരും സിനിമയാക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ ഈ സെയിം ടീം. അതെ, സിനിമ ആക്കാൻ പറ്റാഞ്ഞപ്പോൾ നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, നിരാശ ഉറപ്പായിട്ടും. കാര്യം നമ്മൾ അത്രയും, ഞാൻ പറയട്ടെ, ഇത് നമുക്കിപ്പോൾ ഫോണിലും ടി വിയിലും കാണുമ്പോൾ ഇത്രയും ഒരു ഫീല് കിട്ടുന്നുണ്ട് തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരിക്കും. ഉറപ്പായിട്ടും അത് ആളുകൾ കമന്റ് ഇട്ടുണ്ടായിരുന്നു, സ്വന്തം വീട്ടിലിരുന്ന് കണ്ടിട്ട് തിയേറ്ററിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു. അപ്പൊ ഞാനിത് പ്രിവ്യൂ കണ്ടപ്പോഴാണ് അത് സിനിമയാക്കാനുള്ളൊരു. അപ്പം ഞങ്ങൾ കുറേ അതിന് പിന്നാലെ നടന്നു, പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പക്ഷേ ഇതൊരു ഷോർട്ട് ഫിലിമായിട്ടാണ് നമ്മൾ കൺസീവ് ചെയ്തത്. അപ്പം അതിന് അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ പോകണം. ഇപ്പം നിരാശ മാറി. ഉറപ്പായിട്ടും ഇപ്പം സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും ഇപ്പം അനന്തരാമനാണെങ്കിലും കുറേ ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്ത് വിളിക്കുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സ് വിളിക്കുന്നുണ്ട്, എന്നെ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സ് ഇപ്പം അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ വർക്ക്സ് ഡിസ്കഷനിലുണ്ട്. അപ്പം അങ്ങനെ നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനാണെങ്കിൽ ഈ ഗ്രാനീനെയും അതുപോലെ തന്നെ ഈ PC ലീലാമ്മയുടെ മറ്റേ മുത്തശ്ശി വർക്കെല്ലാം കണ്ട് ഗ്രാനീനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കിയാലോ, കിട്ടുമോന്ന് നമുക്ക് വിളിച്ചു നോക്കാം. ഞാനിവിടെ ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പം ലീലാമ്മേനെ പറ്റി ഇങ്ങനെ പ്രശംസിച്ച് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുമോ, വീഡിയോ കോളിൽ വരുമോ എന്നൊക്കെ ഒരു ചോദിക്കണം. ഹലോ ലീലാമ്മ. പറഞ്ഞോളൂ. ഗ്രാനി കണ്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതിനേക്കാൾ കൂടുതൽ പേടിച്ചു. ഇങ്ങനെ ഒത്തിരി പേര് വിളിച്ചു പറഞ്ഞു. അതെ, സന്തോഷമുണ്ട്. ഇനി അപ്പോ നാട്ടിൽ ഇവിടെ കൊച്ചിയിലേക്ക് വരുന്നുണ്ടല്ലേ? കൊച്ചിയിലേക്ക് ഞാൻ 24-ാണ് ഡേറ്റ്. ശരിക്കും അത് കൺഫേം ആയിട്ടില്ല. ഉർവശിക്ക് കണ്ണിന് എന്തോ ഒരു ഓപ്പറേഷൻ. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ വരുമ്പം ഞങ്ങൾക്കും കാണണം ലീലാമ്മേനെ. ഗ്രാനീനെ കണ്ട് നേരിട്ട് കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം. അതെ, മേക്കപ്പ് ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലായിരുന്നു. പിന്നെ മുടി ഇച്ചിരി ഇവിടെ പറിച്ചിട്ടൊന്നും മാത്രമേ. അതെ, എന്നാലും എങ്ങനെ ഇങ്ങനെ പേടിപ്പിക്കാൻ പറ്റുന്നത്? അതല്ല, ഡയറക്ടർ അങ്ങനെ എഴുതി വെച്ചു. അപ്പൊ പിന്നെ ഞാൻ ഓർത്തുന്നാ പിന്നെ കാര്യമായിട്ട് അങ്ങ് ചെയ്യാൻ ഓർത്തു. ഇവിടെ ശിവരാജ് പറഞ്ഞത്, ശിവരാജ് പല സീനിലും പേടി അഭിനയിച്ചതേ ഇല്ല, ശരിക്കും പേടിച്ചതാണെന്ന. റാഹേലമ്മയുടെ കഥയൊക്കെ കേട്ടിട്ട് ശരിക്കും ശിവരാജ് പേടിച്ച് കട്ടിലിൽ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും ശിവരാജ് പേടിച്ച് കിടക്കുകയായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം അമ്മയോട് സംസാരിക്കാൻ പറ്റിയതില്. സന്തോഷമായിരിക്കും. എന്നാലും ആ റോണി ഉറങ്ങിയില്ലേന്ന് ചോദിച്ച ഒറ്റ ചോദ്യമാ പേടിച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴേ സൗണ്ട് കേൾക്കുമ്പോ ഒരു പേടിയുണ്ട് കേട്ടോ. ഞാനിപ്പോ കിടന്നിടത്തുനിന്ന് എഴുന്നേറ്റില്ല. അല്ലെങ്കിൽ എന്റെ ശബ്ദം ഒരു വല്ലാത്ത മാതിരിയല്ലേ. അയ്യോ, ഒത്തിരി സന്തോഷം അമ്മ, താങ്ക് യു സോ മച്ച്. ഞാൻ ഫോൺ കൊടുക്കാം. ഗ്രാനിയുടെ കാര്യങ്ങൾ അങ്ങനെ പോകുന്നു. റിയൽ ലൈഫില് എങ്ങനെയാ, ധൈര്യശാലിയാണോ അതോ പേടിയുള്ള കൂട്ടത്തിലാണോ? അല്ല, ഇങ്ങനത്തെ ഹൊറർ സിനിമകൾ കാണാൻ ഇച്ചിരി പേടിയാണ്. ഹൊറർ സിനിമകൾ കാണാൻ കുറച്ച് പേടിയാണ്. പേടിയിട്ടല്ല, നമ്മള് പൈസ കൊടുത്ത് പേടിക്കണ എന്തിനാണ്? അതാണ്. ശരിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഭയങ്കര വൾണറബിൾ ആണ് ഞാൻ. പെട്ടെന്ന് ഇമോഷണൽ ആവും, പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യപ്പെടും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ ശരിക്കും ഇതുപോലെയുള്ള ഈ ഹൊറർ പേടിയാണെന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? അതിന് ചെറിയ അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാൻ അങ്ങോട്ട് സ്റ്റക്ക് ആവുക,
ഫോൺ അങ്ങോട്ട് സ്ട്രക്കാവുക. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാർക്ക് ചില ദുരനുഭവങ്ങൾ ഉണ്ടാവും. അത് വെറുതെ ഇനി ചിലപ്പോൾ അത് സിനിമയായാലോ, അതുകൊണ്ട് അത് അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയുന്നു. ഫുള്ള് ഞാൻ പറയണില്ല. അങ്ങനത്തെ കുറെ ഗോസ്റ്റ് എക്സ്പീരിയൻസ് പോലത്തെ സംഭവങ്ങൾ. ഒരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യോ? ഗ്രാനീഡ് ഇന്റർവ്യൂ ആകുമ്പോഴേക്കും അതിലൊരു ഗോസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആവില്ല. നമ്മളിപ്പോൾ വിഷമിക്കും. ഒരു സ്ട്രഗ്ലിങ് ആക്ടറാണ്, നമുക്ക് കുറേ വിഷമങ്ങളുണ്ടാവും, പല വിഷമങ്ങളും ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളിങ്ങനെ വിഷമിച്ച് ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ലൈറ്റ് അങ്ങോട്ട് ഫ്ലിക്കറാവും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം പെട്ടെന്ന് ആ ഫാൻ അങ്ങ് നിൽക്കും. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നമ്മളെന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ പോലത്തെ ഒരു സംഭവം. എന്താ പറയുക, അങ്ങനെ പറയാം, എന്തോ ഒരു സൈൻ തരുന്ന പോലെ അല്ലേ. സൈൻ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ഈ പറയണ പോലെ ആരോ നമ്മളോട് കൂടെ നിൽക്കണ പോലെ തോന്നുക, ഇരിക്കണ പോലെ തോന്നുക, ഫോൺ നോക്കുമ്പോൾ അടുത്തിരുന്ന ഒരാൾ നോക്കണ പോലെ തോന്നുക, അങ്ങനെയൊക്കെ കുറേ തോന്നാറുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റോഡ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത് ആ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളത്. അങ്ങനെ എപ്പോഴൊക്കെയോ പേടിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കാം. പക്ഷെ അനന്തരാമൻ ഇതിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. അതെ, അതൊരു ഭയങ്കര ബ്യൂട്ടിയാണ്. പക്ഷെ ആളുടെ മൂവി വന്നപ്പോ പറഞ്ഞ പോലെ ചെകുത്താനും എല്ലാം വന്നു. അതെ അതെ, അതാണ്. അപ്പം ഞാനിങ്ങനെ ദൈവവിശ്വാസി, പ്രേതത്തിൽ എല്ലാത്തിലും വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ അതിന്റെ ഒരു പരിപാടി ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ പ്രേതത്തിന്റെ കഥ കാര്യമായിട്ട് ഒരു സിനിമയൊക്കെ ആയാൽ കൊള്ളാന്നുള്ളൊരു സംഭവമുണ്ട്. ഞങ്ങൾ 3 കൂട്ടുകാർ കൂടി താമസിച്ചതാണ്. അവിടെ കുറെ നമുക്ക് 3 പേർക്കും ഇൻസിഡൻസ് ഉണ്ടായി. നമ്മൾ പിന്നെ അവിടെ നിന്ന് മാറിയത്. അതെ, നമ്മുടെ രോമാഞ്ചം പോലെ. എല്ലാവരും ഇങ്ങനെ ഈ കൊച്ചിയിലെ ഈ പേജസിലൊക്കെ പോലും ഇത് എറണാകുളത്ത് ഏറ്റവും കൂടുതൽ, എറണാകുളത്താണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രേതങ്ങളുള്ളത്. മറ്റേ ട്രോൾസ് ഒക്കെ കണ്ടില്ലേ, കാക്കനാട് 10,000 രൂപയ്ക്ക് 3 വീച്ച് കിട്ടിയ ശേഷം ഞാൻ പറഞ്ഞു. അതുപോലത്തെ അവസ്ഥകളായിരുന്നു. ഈ ഗ്രാനിയിൽ തന്നെ ആ ഡയറി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളൊരു സീനില്ലേ, ഗ്രാനി പെട്ടെന്ന് ബാക്കിൽ വന്നിരിക്കുന്നത്, അത് ശരിക്കും നമ്മുടെ ഉള്ളിലും കൂടെ ഒരു ആന്തലിങ്ങനെ വരും. ഈ പറഞ്ഞ പോലെ ഞാൻ ആ റിലീസായ ശേഷം ഞാനായിരുന്നു ഫോൺ കണ്ടു. ഫോണിൽ ഇത് കാണുമ്പോഴേക്കും പുറത്ത് മഴ. ഇത് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തേക്കണത് അജയ് നടാട്ട്, പിന്നെ ആർക്കി ആണ് മ്യൂസിക് ചെയ്തേക്കണത്. അപ്പം അവർ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഗ്യാപ്പിൽ. നമ്മൾ ഒരു ഫെബ്രുവരി തൊട്ട് ഇതിപ്പോൾ ഇറങ്ങുന്ന വരെയുള്ള ഗ്യാപ്പിൽ കുറേ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലായിരുന്നു. ഇത് യൂട്യൂബിലിരുന്ന് കണ്ടപ്പോഴാണ് ഞാനും പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ. അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ. അതില് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ നടക്കും, ശബ്ദം ഉണ്ടാക്കാതെ വീടിന് ചുറ്റും നടക്കും. അപ്പോൾ ആ മൂഡായിരുന്നു മൊത്തം. ഈ പറഞ്ഞ ഞാൻ കണ്ടിട്ട് നമ്മൾ പേടിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയേണ്ടി വരും, എന്നാൽ പേടിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഗ്രാനി പോണേ. ഈ പോളേട്ടൻ ശരിക്കും നമ്മൾ എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളല്ല. ശരിക്കും ഈ പോളേട്ടൻ ഗ്രാനിയുടെ ആളാണോ അതോ റോണിയുടെ ആളാണോ? ഗ്രാനിയുടെ ആളാണ്. അപ്പോൾ ഗ്രാനി, പക്ഷേ റോണിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു വലിയൊരു വിശ്വാസമാണ് അയാൾ. അയാൾക്ക് ആകെയുള്ള ഒരു കോണ്ടാക്ട് അവനുള്ളൂ. ആളിലാണ് പ്രതീക്ഷ മൊത്തം. ആൻഡ് അറ്റ് ലാസ്റ്റ് ഈ പറഞ്ഞ പോലെ റോണീനെയും കഴിച്ചതിന് ശേഷം ഈ ഗ്രാനിയുടെ വയലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, ചെകുത്താൻ എസ്കേപ്പ് ആണ് അല്ലേ? ശരിക്കും അതല്ലേ പോർട്രേ ചെയ്യാൻ കാണിക്കുന്ന ആ ഒരു സീനില്? അങ്ങനെ ഇരിക്കട്ടെ, ചിലപ്പോ അല്ലായിരിക്കാം വീണ്ടും ഗ്രാനി വന്നാലോ അല്ലേ? അതെ. അപ്പോൾ കാണുന്ന ആളുടെ ഒരു എന്താ പറയുക, ഇമാജിനേഷനിൽ അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കുറേ ഏരിയാസ്. ഇപ്പം ചിലത് നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നമ്മൾ ഉള്ള സാധനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാ ഇപ്പം ഒരു മൂവി ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഹിഡൻ ഡീറ്റെയിൽസ് അല്ലേ, ഡയറക്ടർ ബ്രില്യൻസിന്റെ സംഭവങ്ങളൊക്കെ ഗ്രാനിയിൽ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ച സംഭവം എന്താ? ഈ ഹിഡൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ പറയുന്നതിനകത്ത് പട്ടീനെ കുറിച്ചൊക്കെ പറഞ്ഞു. പട്ടി ചെകുത്താനാണ്, പട്ടിയാണോ ചെകുത്ത, അങ്ങനെ എന്തോ ഒരു ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് ചിലവർ. 7 മക്കളുടെ റിവ്യൂ ഇട്ടതില് 7 മക്കൾ എന്ന് പറഞ്ഞത് 7 സിന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ
ഇന്നർ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ കുറേ ഏരിയാസൊക്കെ പറഞ്ഞു. അപ്പം അനന്തരാമൻ പറയണ അതിൽ കുറേയൊക്കെ ശരിയാണ്. 80%, 75% അതിലൊക്കെ പറഞ്ഞത് ശരിയാണ്. 20% അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ശരിക്കും ഒരുപാട് റോൾസ് മൂവീനെ ഒരുപാട് ലവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ഡ്രീം റോൾസ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇനി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് റോൾസ് അത് ഏതൊക്കെയായിരിക്കും? ഇപ്പം എങ്ങനെയാണെങ്കിലും ഞാനിപ്പോൾ ചെറിയ വേഷമാണെങ്കിൽ പോലും അതിനുവേണ്ടി എൻ്റെ ബോഡി ലാംഗ്വേജ് പോലെ പറ്റുന്ന രീതിയിൽ, അതുകൊണ്ട് തന്നെയാണ് എന്നെ മനസ്സിലാവാത്തത്. പലപ്പോഴും അത് വലിയ പ്രശ്നമായിട്ടും തോന്നാറുണ്ട്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ചെറിയ പരിപാടിയാണ്, എന്താണെങ്കിലും എന്ത് കിട്ടിയാലും നന്നായിട്ട് ചെയ്യുക. ജെയിംസ് ബോണ്ട് പോലത്തെ അല്ലെങ്കിൽ ടോം ക്രൂസിൻ്റെ മിഷൻ ഇമ്പോസിബിൾ പോലത്തെ പടം, അത് പുൾ ഓഫ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടാണെന്നുള്ളൊരു തോന്നലുണ്ട്. അത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ റോ ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടോ ഞാനത് അങ്ങനത്തെ ഒരു ഏരിയ വരുമ്പോൾ തന്നെ ഞാൻ നെർവസ് ആവും ഭയങ്കരമായിട്ട്, ആലോചിക്കുമ്പോൾ തന്നെ. അപ്പം അത് ചെയ്യണമെന്ന് ഭയങ്കര. ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇപ്പോൾ രേഖാചിത്രം ആണെങ്കിലും ഓസിലർ ആണെങ്കിലും AR റഹ്മാനിലൊക്കെ പഴയ കാലഘട്ടത്തെ റോൾസ്, ശരിക്കും അത് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണോ അതോ അത് സെലക്ട് ചെയ്ത് എടുക്കുന്നതാണോ? ഈ പഴയ കാലഘട്ടത്തിനോട് എന്താ ഇത്ര സ്നേഹം? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ബ്രോ, വന്നതാണ്. വന്നതാണ്. ഈ പറയണ ആദ്യം വിൻറ്റേജ് ഒരു സംഭവം നമ്മുടെ ARM ലുക്കിലാണ് ഒരു ആ സാധനം വന്നത്. പോസ്റ്ററിൽ സെലക്ട് ആയപ്പോൾ ഒരു വിൻറ്റേജ് ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആ റെഫറൻസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ചെറുപ്പം ആ മീശയും പരിപാടിയൊക്കെ വന്നൊരു ചെറിയ യങ് ജഗദീഷ് ചേട്ടൻ്റെ ഞാൻ അത് കാണിച്ച് ചേട്ടൻ കാണിച്ചു, ഓക്കെ ആണോടാ, സെറ്റ് ചെയ്യാൻ നമുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനായിട്ട് സെലക്ട് ചെയ്യണമല്ലോ, എന്നെ സെലക്ട് ചെയ്യണമെന്ന് വേണേൽ പറയാം. ഈ ഡെസ്റ്റിനിയിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ എല്ലാം ഇങ്ങനെ വന്ന് ചേരുന്നതിൽ? ഡെസ്റ്റിനിയെ പറ്റിയൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. എന്താ ഈ പ്രസന്റിൽ നിൽക്കാനാണ് ഒരുപാട് ആലോചിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ. ആയിരുന്നു ഭയങ്കരമായിട്ട് ആലോചിച്ചിങ്ങനെ ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ്. ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പലതും. ഇപ്പൊ പക്ഷെ എന്താണ് ആ ഫ്ലോവിലും ഭയങ്കര പ്രസന്റിൽ നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നിമിഷം എൻജോയ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കുറെ ചേഞ്ച് ആയോ ലൈഫിൽ? അപ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മോശവും നല്ലതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഏതൊരു സ്റ്റേജിലാണ് ലൈക്ക് എനിക്കിനി മാറണം, അതോ അത് നാച്ചുറലി മാറിപ്പോയതാണോ ആ ഒരു ക്യാരക്ടറിലെ ചേഞ്ച്? അല്ല, അങ്ങനെ നമ്മൾ ഈ ഒരു പാർട്ട് ഓഫ് പ്രോസസ് ആയിരിക്കും. ഇപ്പം ആകെയുള്ളൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഭിനയമാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും സുഖം തരുന്ന ഒരു പരിപാടി. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ടിങ്. അപ്പം ആക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം തുടങ്ങുന്ന സമയത്ത് മറ്റേ കുറേ പൈസ ഉണ്ടാക്കണം, പേര് വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കും. ലക്ഷറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുക. അതിൽ നിന്ന് ഈ പറയുന്ന ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം ഈ ആക്ടിങ്ങിലുള്ളൊരു എന്താ പറയുക, ഒരു സുഖം ഭയങ്കരമായിട്ട് കിട്ടി. പിന്നെ അതിലാണ് ഇപ്പം മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുക, സിനിമ മോഹിച്ച് നടന്നിട്ടുള്ളവർക്കും, അതായത് ഇപ്പോൾ ഒരു ഗോഡ് ഫാദറോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് സിനിമ മോഹിച്ച് നടക്കുന്നവർക്ക് പറയാനായിട്ട് ഒരുപാട് സ്റ്റോറീസ് കാണും, അവരുടെ സ്ട്രഗ്ലിങ്ങും എല്ലാം. അങ്ങനെ ഒരുപാട് സ്ട്രഗ്ലിങ് ശിവരാജനും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്, അതായത് എന്നെ ചെറുപ്പം തൊട്ടേ അറിയുന്ന എൻ്റെ കൂട്ടുകാർ പറയും, നീ ഇൻ്റർവ്യൂവിലൊക്കെ ഭയങ്കര മറ്റേ പാവമായിട്ടിരിക്കണം, എന്തിനാണ് ഇങ്ങനെ, നിൻ്റെ ദാരിദ്ര്യം മൊത്തം നീ ഇരുന്ന് ഇൻ്റർവ്യൂവിൽ പറ, ആൾക്കാരൊക്കെ അറിയട്ടെ, എന്നെങ്കിലും നിനക്ക് വേഷം കിട്ടട്ടെ എന്നൊക്കെ പറയും എൻ്റെ കൂട്ടുകാർ. ഒരു ബാങ്കിൽ, പ്രൈവറ്റ് ബാങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് ആക്ടിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ പിന്നാലെ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഇറങ്ങുമ്പോഴാണല്ലോ നമ്മളിതിലുള്ള ബുദ്ധിമുട്ടുകൾ തിരിച്ചറിയുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ക്യാമറയുടെ ബാക്കിലും എല്ലാം ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്തിട്ടുണ്ട്. സർവൈവലിന് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഏറ്റവും സന്തോഷം കണ്ടെത്തിയിരുന്നത് എൻ്റെ അമ്മുമ്മ അല്ലെങ്കിൽ അച്ഛൻ. അപ്പോൾ അവരൊക്കെ ഈ യാത്രയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പതിയെ യാത്ര ചെയ്ത് പോയി. അവരവരുടെ ഒരു മരിച്ചു പോയി എല്ലാവരും. അപ്പം അത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അങ്ങനെ ഒരു ഒറ്റപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇപ്പം അതിനിങ്ങനെ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ഒരു പരിപാടി
ഇപ്പം പക്ഷേ ഈ പറയുന്ന എന്ത് വന്നാലും ഇപ്പം നേരിടാനുള്ള അത് എന്താണെങ്കിലും അതിലവിടെ നിൽക്കുക, അത് എൻജോയ് ചെയ്യുക, മുന്നോട്ട് പോവുക. ജീവിതം നമ്മളിപ്പോൾ എന്തോ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരൊക്കെ ഇപ്പൊ കാണുന്നുണ്ടായിരിക്കുമല്ലോ, ഭയങ്കര ഹാപ്പി ആയിരിക്കും, അവരൊക്കെ ഹാപ്പി ഹാപ്പി ആയിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാര്യം ഈ പറഞ്ഞ പോലെ ഒരു നല്ലൊരു വീട്, ആ വീട്ടിലെല്ലാവരും ചെറുപ്പം തൊട്ടേ എനിക്ക് എന്നോട് ബഹുമാനം തോന്നുന്ന ഒരു കാര്യം, ഞാൻ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുഞ്ഞിലേ തൊട്ട്. അപ്പം ഇവരെയൊക്കെ ഒരു വലിയ വീട്ടിൽ താമസിപ്പിക്കണം, അവരെ സ്വന്തം കാറിൽ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെയായിരുന്നു. അപ്പം അതൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും പക്ഷെ ഈ പറയുന്ന ഇപ്പം ഈ കിട്ടുന്ന പ്രശംസ പോലും ആ വർക്ക് ചെയ്തിട്ടാണല്ലോ. അങ്ങനെ ഒരുപാട് സ്നേഹവും അപ്രിസിയേഷനും കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സും ഉണ്ടാവും എപ്പോഴും, ഒരുപാട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. എത്രയും സ്ട്രഗിൾ ചെയ്തതിനൊക്കെ ഓരോ ദിവസങ്ങളിലും ഇതുപോലെ ആ എഫേർട്ടിന് ഫലം കാണുന്നുണ്ടല്ലോ. ഉറപ്പായിട്ടും അല്ല, ഈ പറയുന്ന ഫലത്തിനേക്കാളും ഉപരിയില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യാൻ വർക്ക് കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്ലസ് കാര്യം. അത് തന്നെ. ഫലത്തിനെ പറ്റി നമ്മൾ ഫലത്തിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ലെന്ന്, അത് പിന്നെ നടക്കാൻ പോണ കാര്യമാണ്, അത് നമുക്കൊന്നും അറിയാൻ പാടില്ല. അപ്പം കിട്ടണ വർക്ക് മാക്സിമം എൻജോയ് ചെയ്യുക. ഇപ്പം ഗ്രാനി ചെയ്യണോ വേണ്ടയോ, ചെയ്താലെന്താവും എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്തത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റി, ഭയങ്കര ഹാപ്പിയാണ് ഇപ്പം എല്ലാവരും. അത്ര ആലോചിച്ചിട്ട് അവസാനം എന്തായിരുന്നു എടുക്കാനായിട്ട് ആരോടെങ്കിലും ഡിസ്കസ് ചെയ്തോ, അതോ സ്വന്തമായിട്ട് എടുത്ത തീരുമാനം തന്നെയാണോ? ഇല്ല, ഡിസ്കസ് ചെയ്തു, ഞാൻ എല്ലാവരോടും സംസാരിച്ചിട്ട് തന്നെ അത് എടുത്തത്. ആരേറ്റവും കൂടുതൽ പുഷ് ചെയ്തത്, നീ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്? അതിപ്പോൾ പറയാമോന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എൻ്റെ മെൻറ്ററായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. എന്ന് പറഞ്ഞിട്ട് ചെയ്തു നോക്ക്, റിസ്ക് ഉണ്ട്, ചെയ്തു അങ്ങനെ തന്നെ ചെയ്തത്. റിസ്ക് എടുത്തു, അതിനുള്ള ഫലം കിട്ടി. അതന്നെ വലിയ കാര്യം. അതെ, ഇനിയും ഇപ്പം ഈ പറഞ്ഞ പോലെ 3 മില്യൺസും കഴിഞ്ഞ് ഒരുപാട് മില്യൺസ് കയറി പോട്ടെ നമ്മുടെ ഗ്രാനി, അല്ലേ? എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ ഓസ്ലറിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് വന്നു. ആ ഒരു ബ്രേക്ക് എന്തായിരുന്നു? അറ്റ് ദാറ്റ് ടൈം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മനഃപൂർവ്വം ഒരു ബ്രേക്ക് എടുത്തതാണോ? സിനിമയിൽ നിന്നൊക്കെ ഒരിക്കലുമല്ല. ഞാൻ ആ സമയം ഒരു 1.5 വർഷക്കാലം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് നാള് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വന്നു. അപ്പം അതിനുവേണ്ടി ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് വേറൊരു പ്രൊജക്റ്റിലും ആ ലുക്കൊന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സമയമായിരുന്നു. ആ രീതിയിൽ ആ വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക. അപ്പോൾ കുറേ വർക്കുകൾ വേണ്ടാന്ന് വിചാരിക്കേണ്ടി വന്നിരുന്നു ആ സമയത്ത്. ഒരു കുറേ നാൾ ട്രാൻസ്ഫോർമേഷനുള്ള ടൈം, ആ വർക്ക് ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അറിയില്ല, അതൊന്നും ഇപ്പം നമുക്ക് അറിയില്ല, പറയാൻ സമയമായോന്ന് അറിയില്ല. അതുകൊണ്ടാണ് പ്രൊജക്റ്റിൻ്റെ പേരൊന്നും പറയാത്തത്. അതിലൊരു ജീവിതത്തിൽ അടുത്തൊരു ടേണിംഗ് പോയിന്റ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, എനിക്ക് ഗ്രാനീനെ പറ്റിയിട്ട്, ഗ്രാനി മൂവി റിലേറ്റഡ് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ അനന്തരാമൻ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ്. അനന്തരാമൻ ഓൺ സെറ്റ് 1 വേർഡിൽ എന്ത് പറയാൻ പറ്റും? കാം ആണ്. ഓക്കെ, അതിൽ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മളടുത്ത് പോയിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. അതെ, ഓക്കെ ബ്രോ, ആണോ ബ്രോ, ഒരു ഡയറക്ടറിൻ്റെതായിട്ടുള്ള ഒരു ടെൻഷൻ അതൊന്നും ഫീൽ ചെയ്യില്ലല്ലോ നമ്മളടുത്ത് പോയി? അല്ല, ടെൻഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് നോക്കാം ബ്രോ. എല്ലാവരും നല്ല രീതിയിൽ പുള്ളി മാനേജ് ചെയ്തു. അതാണല്ലോ വേണ്ടത്, അല്ലേ? ഒരു ഡയറക്ടറിന് വേണ്ട ക്വാളിറ്റി. എല്ലാവരെയും ആ പ്രഷറിലും എല്ലാത്തിലും പുള്ളി എല്ലാവരും നല്ല രീതിയിൽ മാനേജ് ചെയ്തു, നന്നായിട്ട് ട്രീറ്റ് ചെയ്തു, എല്ലാവർക്കും അവരുടെ ഫ്രീഡം കൊടുത്തു, എല്ലാവരും നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. ഓക്കെ, KPSC ലീല ഓൺ സെറ്റ്, ആ ഒറ്റ വേർഡിൽ എന്തായിരിക്കും പറയാ? കിടിലം. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ കുറെ വാക്കൊക്കെ ആലോചിച്ച് ഭയങ്കര എന്താ പറയാ, ഇംഗ്ലീഷും കിടിലം പറയാനില്ല. പിന്നീട് എങ്ങനെ ആള് കോണ്ടാക്ട് ഒക്കെ ചെയ്യോ, സംസാരിക്കാറുണ്ടോ? എന്താ പറയാ, മോനെ നിന്റെ കാര്യം എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, എന്തായാലും നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്, ഞാൻ എല്ലാവരോടും നിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരാള് മാത്രല്ല, നീ
നീയും നന്നായതുകൊണ്ടാ എനിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറ്റിയത്. അതെ. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞില്ല, ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, ലാസ്റ്റ് വൺ. ശിവരാജ് ഓൺ സെറ്റ്. ഫോക്കസ്ഡ്, ഫുള്ളി ഫോക്കസ്ഡ് ഇൻറ്റു ഗ്രാനി ആയിരുന്നു. ഫോക്കസ്ഡ് ആ സ്ഥലം, ആ പരിപാടി. നിങ്ങളുടെ ആ ഒരു സ്ഥലമൊക്കെ അത് എവിടെ വെച്ചിട്ടായിരുന്നു ശരിക്കും ഷൂട്ട് നടന്നത്? അത് ശരിക്കും അനന്തരാമൻ്റെ മുത്തശ്ശിയുടെ വീടാണ്. ഓക്കെ. ട്രിവാൻഡ്രത്ത് ധനുവച്ചപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ആ വീട്. ശരിക്കും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇതാണോ? ആ വീട് റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷെ അനന്തരാമൻ്റെ ചെറുപ്പകാലത്തിൽ തോന്നിയ കുറെ തോന്നലുകളിൽ നിന്നാണ് ഈ ഒരു പരിപാടി ഉണ്ടാക്കിയത്. അതിൻ്റെ ഫസ്റ്റ് തൊട്ട് അവിടെ നിന്നാന്ന് പറയുന്നുണ്ട്. അവിടെ പുള്ളിക്കുണ്ടായ ചെറുപ്പത്തിലെ തോന്നലുകൾ വെച്ചിട്ട് വർക്ക് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു വീടാണ് ആ വീട്. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പം പകലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫുള്ള് ഡാർക്കാക്കിയിട്ട് എപ്പോഴും ആ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ആ ഒരു ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ വീട്ടിൽ നിൽക്കുമ്പോഴേ. അപ്പം അതൊക്കെ റോണീനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നൈറ്റ് ഷോട്ട്സും ഷൂട്ട് ചെയ്തത് പകൽ തന്നെയാണോ? ആ, ഭൂരിഭാഗം അങ്ങനെ ചെയ്താൽ. ഓക്കെ, ഫുള്ള് പകൽ. പുറത്തുള്ളത് മാത്രമാണ് നമ്മൾ പകല്, അല്ല മീൻസ് നൈറ്റ് ഷൂട്ട് ചെയ്തത്. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ, ആ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് എന്തായാലും അത് ചോദിക്കണം. ആദ്യത്തെ ഒരു ഫുഡ് കൊണ്ട് വെച്ചില്ലേ, ഗ്രാനി ഉണ്ടാക്കിയ ഫുഡ്, എന്തായിരുന്നു അത് ശരിക്കും? ചിക്കൻ കറി ആയിരുന്നു അത്. പക്ഷേ അതിലൊരു ബാഡ് സ്മെല്ലും ഒരു പരിപാടിയും, അതായത് ഒരു മനുഷ്യൻ കഴിക്കാൻ പറ്റാത്തൊരു കറിയും ചോറും ആയിട്ടാണ് അത് ഇത് ചെയ്തേക്കണം. അങ്ങനെ അത് കാണുമ്പോ തന്നെ ഒരു അറപ്പ് തോന്നുന്നു. കഞ്ഞിയല്ല, ചോറല്ലാത്ത അല്ലേ? അതൊരു പ്രത്യേക അവസ്ഥയായിരുന്നു അത്. അത് കഴിക്കുന്ന കാണുമ്പോഴും അത് കൂട്ടിയിട്ടില്ലല്ലോ പുള്ളി. ആ റോണി അത് സാധനം കൂട്ടിയിട്ടില്ല, അതിൽ ചോറ് മാത്രമേ പുള്ളി എടുത്ത് കഴിക്കുന്നുള്ളൂ. അതെ, അത് ഈ രസമായിരുന്നു. എന്തോ പറയാൻ വന്നിട്ട് കട്ടായി പോയി കിട്ടുള്ളത്. ഈ പ്രോസസ്സൊക്കെ ഞാൻ വിടുവേ പരിപാടി കഴിഞ്ഞിട്ട്. പിന്നെ ആലോചിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടൂല. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഒന്ന് എന്നെ കെട്ടിപ്പിടിച്ചപ്പോ ഞാൻ ഒരു ഭയങ്കര പേടിച്ചായിരുന്നു. പിന്നെ ഞാൻ മറ്റേ പോയി പറയുന്നുണ്ട്, ഈ ഞാൻ പോവുകയാണെന്ന് ഞാൻ പോയി പറയും. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ ഗ്രാനിയുടെ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഒരു കാറ്റടിക്കുന്നുണ്ട് ഗ്രാനിയുടെ മുടിയിൽ. അത് കാണുമ്പോഴൊരു അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ട്. പറയുമ്പോഴും അഭിനയിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അനങ്ങും, അപ്പം നമ്മൾ പേടിക്കും. അതെ, എന്തായാലും നമ്മൾ എത്ര പറഞ്ഞാലും പ്രശംസിച്ചാലും തീരില്ല. അത്രയ്ക്കും നല്ലൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഇനിയും അപ്പോൾ ഒരുപാട് നല്ല 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 വർക്ക്സ് വരട്ടെ. ലിസ്റ്റിൽ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഇനി കുറച്ച് കമ്മിറ്റ് ചെയ്തേക്കുന്ന വർക്ക്സ്? കുറച്ചുണ്ട്. അപ്പം ഇനി വരുന്ന ഇയേഴ്സ് ശിവരാജിൻ്റെ ഇയേഴ്സ് ആവട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ടീമിൽ ഇനി കൂടുതൽ വർക്ക്സ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അനന്തരാമൻ, ശിവരാജ്, നിങ്ങളുടെ ഒരു കോംബോയിൽ? അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല വർക്ക്സ് വരട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.